പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ പ്രൈസ് ദി ലോർഡ് അർപ്പിച്ചുകൊള്ളുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ജനങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ പ്രൈസ് ദി ലോർഡ് അർപ്പിച്ച് കൊള്ളുന്നു. ഞാൻ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കുന്ന ഒരു സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. ആ 15-ാം സങ്കീർത്തനത്തെ പറ്റി അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? യെസ്, ഇതാണ് അതൊരു ചോദ്യമാണ്. യഹോവയുടെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? നമ്മുടെ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്, പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈ ചോദിക്കുകയാണ്, യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്നവരാരാണ്? വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നവരാരാണ് എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരം തരിക ആൾ പാർക്കും എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യനുള്ള ഉത്തരവാണ് 2, 3, 4, 5 വാക്യങ്ങളിൽ അവിടെ പാർക്കാനുള്ളവരുടെ ഗുണങ്ങളും കൊടുത്തിരിക്കുന്നത്, എങ്ങനെയുള്ളവരാണ് അവിടെ പാർക്കുന്നതെന്നാണ്. എന്നാൽ യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ആത്മീയമായി ഈ സങ്കീർത്തനം ദൈവഭവനത്തിൽ പാർക്കുവാൻ യോഗ്യനായ ഏത് ദൈവ പൈതലുണ്ട് എന്ന് ചോദിക്കുകയാണ്. ദൈവഭവനത്തിൽ പാർക്കുവാൻ യോഗ്യനായ ഏത് ദൈവ പൈതലുണ്ട് എന്ന് ചോദിക്കുകയാണ്. സമ്പൂർണ്ണ മനുഷ്യനായ യേശുവും അവനിൽ കൂടെ കൃപയാൽ അവനോട് അനുരൂപരാക്കപ്പെടുന്ന വിശ്വാസികളും പാർക്കും. നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? കൂടാരം എന്നത് പ്രഥമ അർത്ഥത്തിൽ പുരാതന കാലത്തെ സമാഗമന കൂടാരം തന്നെയാണ്. എന്നാൽ ആത്മീയമായി ഇത് ദൈവരാജ്യത്തെ കാണിക്കുന്നു. ദൈവജനത്തിന് ലഭിപ്പാൻ പോകുന്ന വിശ്രമ സ്ഥാനത്തെ കാണിക്കുന്നു. സങ്കീർത്തനം 23-ന്റെ അവസാന വാക്യത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പൊ അവിടെ ആലയം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ വിൽ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ എന്നാണ്. ഹൗസ്, ആലയത്തിൽ, ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ വിജയാഹ്ലാദാത്മകമായ ദൈവസഭയെ ഇത് പ്രതിനിധീകരിക്കുന്നു. വിശ്വസ്തരായ വിശുദ്ധന്മാർ ആലയത്തിൻ്റെ തൂണുകളായ നിത്യഭവനത്തിൽ ആയിരിക്കുന്നു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? ദൂതന്മാർ പോലും മുഖം മൂടി നിന്ന് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ ആര് പ്രാപ്തൻ എന്നാണ് ഇവിടുത്തെ ഗൗരവാത്മകമായ ചോദ്യം. ഇന്നത്തെ കൂടാരം ദൈവാലയമായ ദൈവസഭയാണ്. 2 കൊരിന്ത്യർ 6:16 വായിക്കാം. സ്വർഗവും വിശുദ്ധ സ്ഥലമാണ്. ഈ വിശുദ്ധ സ്ഥലത്ത് ആര് കയറും? ഈ ജീവിതത്തിൽ ദൈവവുമായി മധുര സമ്പർക്കം ചെയ്യുന്നവൻ. ആരുടെ പൗരത്വം സ്വർഗത്തിലാണോ അവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നിത്യജീവൻ പ്രാപിക്കുന്നവൻ. അവൻ യഹോവയുടെ കൂടാരത്തിൽ പാർക്കും. അപ്പോൾ യഹോവയുടെ കൂടാരം നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ ഈ കൂടാരം എവിടെയാണ്? ദൈവത്തിൻ്റെ കൂടാരം എങ്ങനെയുള്ളതാണ്? അത് എവിടെയാണ് യഹോവ വസിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കൂടാരം എന്ന് പറയുമ്പോൾ അത് എന്താണെന്നൊന്ന് നോക്കണമല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു തൻ്റെ ശിഷ്യന്മാരോട്: ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവ് പറയുമ്പോൾ ആ സ്ഥലത്തെ പറ്റിയാണ് നമുക്കറിയേണ്ടത്. കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലം.
സ്ഥലം ഒരുക്കി കഴിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ, കർത്താവിൻ്റെ കൂടാരത്തിൽ കൂടെ ഇരിക്കുവാൻ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. അതിനുവേണ്ടിയാണല്ലോ നമ്മളെല്ലാം കാത്തിരിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത്. ആ ഇതിനെപ്പറ്റിയാണ് നമുക്കറിയേണ്ടത്. കർത്താവ് പറയുന്ന ആ സ്ഥലത്തെ പറ്റിയാണ് നമുക്കറിയേണ്ടത്. അതിനുവേണ്ടി നമുക്ക് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 3 പറയുന്നു, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിൻ്റെ 21:4 പറയുന്നു, അവൻ അവരോട് കൂടെ വസിക്കും, അവൻ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണുനീർ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഈ വചനം സത്യവും വിശ്വാസയോഗ്യവും ആകുന്നു. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ കൂടാരം. അപ്പൊ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുകയാണ്. ഒന്നാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രം ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോസ്തലൻ കാണുകയാണ്. അപ്പോൾ സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ എന്താണ്? ഹല്ലേലൂയ, ഇതാണ് ദൈവത്തിൻ്റെ കൂടാരം. ഇനിയും നമുക്ക് നോക്കാം. ഈ പുത്തനാം യെരൂശലേം എന്ന വിശുദ്ധ നഗരം, അതാണ് ദൈവത്തിൻ്റെ കൂടാരം. പുത്തനാം യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി ഇറങ്ങി വരുന്ന ഈ പുത്തനാം യെരൂശലേമാണ് ദൈവത്തിൻ്റെ കൂടാരം. അതായത് ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, പുതിയ ഭൂമിയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് പുത്തന യെരൂശലേം. ഗവൺമെൻറ് വസിക്കുന്ന സ്ഥലം. കർത്താവ് ഇപ്പോൾ വരുമ്പോൾ പുനരുദ്ധരിച്ചു പോകുന്ന ആൾക്കാരെ ഇരുത്താൻ, തന്നെ മണവാട്ടിയെ ഇരുത്താനുള്ള സ്ഥലമാണ്, ഈ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ആ സ്ഥലമാണ് ഈ പുത്തനാം യെരൂശലേം എന്ന വിശുദ്ധ നഗരം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നു. ഇനി നമുക്ക് പുത്തന യെരൂശലേം എന്ന നഗരത്തിൻ്റെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് 21:10 യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കണ്ടു. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പുത്തനാം യെരൂശലേം എന്ന നഗരം ഇതാണ് ദൈവത്തിൻ്റെ കൂടാരം. ആ കൂടാരത്തിൽ ഇരിക്കുന്നവരുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ്, ആര് പാർക്കും എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരവും തരുന്നുണ്ട്, ആര് പാർക്കും എന്നുള്ളതിൻ്റെ. നമുക്ക് നോക്കാം. ഈ പുത്തന യെരൂശലേം ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുത്തനാം യെരൂശലേം എന്ന നഗരം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. ഈ നഗരത്തിന് പൊക്കമുള്ള വൻമതിൽ ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പുത്തനാം യെരൂശലേമിനെ പറ്റി വർണ്ണിക്കുകയാണ്. ഈ നഗരത്തിന് പൊക്കമുള്ള വൻമതിൽ ഉണ്ടായിരുന്നു. ആ 12 ഗോപുരം ഉണ്ടായിരുന്നു. ആ 12 ഗോപുരവും 12 മുത്തുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ട്. അങ്ങനെ 12 ഗോപുരം 12 മുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ 12 ഗോപുരത്തിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് കൊത്തിയിട്ടുമുണ്ട് ഈ ഗോപുരത്തിൽ. അതിൻ്റെ നിർമ്മാണം കിഴക്ക് 3, വടക്ക് 3, തെക്ക് 3, പടിഞ്ഞാറ് 3 ഗോപുരം. ഇങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം. മതിലിന്
മതിലിന് 12 അടിസ്ഥാനമുണ്ട്, 12 ഗോപുരമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന 12 ഗോത്രത്തിന്റെ പേര്. പിന്നെ അതിന് 12 അടിസ്ഥാനവുമുണ്ട്. ആ 12 അടിസ്ഥാനങ്ങൾ 12 വിധത്തിലുള്ള രത്നങ്ങൾ കൊണ്ടുള്ളതാണ്. ഈ ഓരോ രത്നത്തിനും അതിൻ്റെതായ വിശേഷതയുണ്ട്. അതൊക്കെ പറഞ്ഞ് ഒത്തിരി കൂടിപ്പോകും. 12 വിധത്തിലുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒന്ന് സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മരതകം, നഖവർണ്ണി, ചുവപ്പ് കല്ല്, പീതരത്നം, ഗോമേതകം, പുഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സുഗന്ധി രത്നം മുതലായ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന 12 അടിസ്ഥാനങ്ങൾ. ഈ 12 അടിസ്ഥാനത്തിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുകൾ എഴുതിയിട്ടുണ്ട്. ഈ നഗരം പുത്തനാം യെരൂശലേം എന്ന നഗരത്തെ പറ്റി വർണ്ണിക്കുകയാണ്. അപ്പൊ ഈ നഗരത്തിന്റെ ആകൃതി പിന്നെ പറയുകയാണ്. ഈ നഗരം സമചതുരാകൃതിയായി കിടക്കുന്നു, സമചതുരമായിട്ടുള്ളതാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് നീളവും വീതിയും ഉയരവും സമം തന്നെ. നീളവും വീതിയും ഉയരവും സമം തന്നെ. 1200 നാഴിക എന്ന് പറഞ്ഞാൽ 1500 മൈൽ നീളവും 1500 മൈൽ വീതിയും 1500 മൈൽ പൊക്കവുമുള്ള സമചതുരാകൃതിയിലുള്ളതാണ് പുത്തനാം യെരൂശലേം നഗരം. ഇതാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ക്യാപിറ്റൽ സിറ്റി, അതായത് പുതിയ ഭൂമിയുടെ ക്യാപിറ്റൽ സിറ്റി. നമുക്കിവിടെ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ന്യൂഡൽഹി എന്ന് പറയുന്നത് പോലെ പുതിയ ഭൂമി, ദൈവം ഉണ്ടാക്കിയ പുതിയ ഭൂമിയുടെ ക്യാപിറ്റൽ സിറ്റി, ഗവൺമെൻറ് ഇരിക്കുന്ന സിറ്റി, കർത്താവിൻ്റെ ഭരണകർത്താക്കളും അതുപോലെ ഇപ്പം മരുമം കൊണ്ടുപോകുന്ന ആൾക്കാരെ ഇരുത്തുവാനുള്ള ആ സ്ഥലമാണ്, ആ സിറ്റിയാണ് പുത്തനാം യെരൂശലേം. അപ്പൊ ഈ പുത്തനാം യെരൂശലേം എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മതിലിന്റെ പണി സൂര്യകാന്തം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. നഗരത്തിന്റെ നഗരവീതി നമ്മുടെ നടപ്പുപാത സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. ഇവിടെയാണ് കർത്താവ് വന്ന് കൊണ്ടുപോകുന്ന മണവാട്ടികൾ ഇരിക്കേണ്ട സ്ഥലമാണിത്. പുത്തനാം യെരൂശലേം എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായി. മതിലിന്റെ പണി സൂര്യകാന്തം കൊണ്ടുള്ളതായി, നഗരവീതി സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം. നമ്മുടെയൊക്കെ കാല് അവിടെ കുത്തുവാ, നമ്മുടെ കാല് അല്ലേലിയ ഈ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കാണ് എന്നാണ് നോക്കേണ്ടത്. നഗരവീതി സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും അതിൻ്റെ വിളക്കാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. കുഞ്ഞാട് അതിൻ്റെ വിളക്ക് ആകുന്നു. ഇതാണ് കർത്താവ് നമുക്കായി, അതായത് തൻ്റെ മണവാട്ടിക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലം. ഇവിടെയാണ് ഇതാണ് കർത്താവിൻ്റെ കൂടാരം. ഈ കൂടാരത്തിൽ ആര് പാർക്കും എന്നാണ് ചോദ്യം. ഈ കൂടാരത്തിൽ ആര് പാർക്കുമെന്നാണ് ചോദ്യം. സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിനുള്ള ഉത്തരമാണ് വാക്യങ്ങൾ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അത് ഇങ്ങനെ പറയുന്നു. ഒന്ന്, നിഷ്കളങ്കനായി നടക്കുന്നവൻ. നേരായി നടക്കുക എന്നർത്ഥം. അത് ഇയ്യോബ് ആരായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു. ഇയ്യോബിന്റെ കാര്യം പറഞ്ഞാൽ ഈ ഇയ്യോബ് നിഷ്കളങ്കനായി നടന്നിരുന്നു എന്ന് പറഞ്ഞ് ഇയ്യോബ് എന്ന പുരുഷൻ നിഷ്കളങ്കനാണ്. അവൻ നേരുള്ളവനാണ്, ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനാണ്. നിഷ്കളങ്കനായ അതിൻ്റെ കൂടെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. നിഷ്കളങ്കനായി നടക്കണം. ഉൽപ്പത്തി 17:1 കർത്താവ് അബ്രഹാമിനോട് പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായി ഇരിക്കുക. അങ്ങനെ നിഷ്കളങ്കനായി ഇരിക്കുന്നവനായിരിക്കണം. സത്യവിശ്വാസി മുഖസ്തുതിക്കാരായി വളയുകയോ പാമ്പുകളായി പുളയുകയോ ചെളിയിൽ കിടക്കുന്നവരായി കുനിയുകയോ വക്രത കാണിക്കുകയോ ചെയ്യരുത്. കൂടാരത്തിന്റെ പലകകൾ പോലെ നേരെ നിൽക്കുന്നവരായിരിക്കണം. 2, നീതി പ്രവർത്തിക്കുന്നവനായിരിക്കണം. നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം
സൽപ്രവൃത്തികളാൽ വെളിപ്പെടുത്തുന്നത് എന്നർത്ഥം. യാക്കോബ് 2:17 അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നു, വിശ്വാസവും അല്ലെങ്കിൽ പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. ആ വിശ്വാസം അത് വിശ്വാസമല്ല. വിശ്വാസം സൽപ്രവൃത്തികളാൽ, നീതി പ്രവൃത്തികളാൽ വെളിപ്പെടുത്തണം എന്നർത്ഥം. യാക്കോബ് 2:17 നാം പരമാവധി ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് നല്ല ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെ എന്തോ ചെയ്യുന്നു? തേയിലിട്ട് ചുട്ടുകളയെന്ന് പറയുന്നത്. മൂന്നാമത്, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവൻ. ഒരു വിശുദ്ധൻ ഹൃദയത്തിൽ സത്യം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, ഉള്ളിൽ സത്യസന്ധനായി ഇരുപ്പാൻ ശ്രമിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ മുഖസ്തുതിക്കാരനാകരുത്, ദ്വയാർത്ഥ പ്രയോഗം ചെയ്യുന്നവനാകരുത്, സംശയം ഉളവാക്കുന്ന വാക്ക് ആയിരിക്കരുത്, വെള്ളക്കള്ളം, ചതിവ് ഇവ ഒഴിവാക്കേണ്ടതാണ്. യേശുക്രിസ്തു ആത്മാർത്ഥതയുടെയും പരിശുദ്ധിയുടെയും കണ്ണാടിയായിരുന്നു. നാമും അതുപോലെ ആയിത്തീരണമെങ്കിൽ നിഷ്കളങ്കനായി നടക്കുക. ഇയ്യോബ് 1:1. നീതി പ്രവർത്തിക്കുക. പിന്നെ 3, നാവ് കൊണ്ട് കുരള പറയാതെയും. നാവ് കൊണ്ട്, നാവാണല്ലോ ഏറ്റവും ഒരു തീയാണ് നാവ്. യാക്കോബിന്റെ 3:6 പറയുന്നുണ്ട്. എന്താണ്? നാക്ക ഒരു തീയാണ്. നാവ് കൊണ്ടാണ് നമ്മൾ കുരള പറയുന്നത്. കുരള പറയുക എന്ന് പറഞ്ഞാൽ ഏഷണി പറയുക എന്നാണ്. നാവ് പല്ലിനേക്കാൾ കൂടുതൽ മൂർച്ചയുള്ളതാണ്. നാവ് കൊണ്ടുള്ള വ്രണം പെട്ടെന്ന് കരിയുകയില്ല. നാവ് ഒരു തീയാണ്. വലിയ നാശം അത് വരുത്തി വയ്ക്കും. വലിയ നാശം. നമ്മുടെ നാവിലാണ് ജീവനും ഇരിക്കുന്നത്. ജീവനും മരണവും ഇരിക്കുന്നത് നമ്മുടെ നാവിലാണെന്ന് പറയാം. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ നാവിനെ കഴിഞ്ഞാൽ നാവ് കൊണ്ട് ഉരുള പറയരുത്. ഏഷണി പറയാൻ, നമ്മൾ എന്ത് പറയാൻ ഉപയോഗിക്കുന്ന നാവാണ്. അതുപോലെ തന്നെ നാവ് കൊണ്ടാണ് കൂട്ടുകാരന് ദോഷം ചെയ്യുകയോ അയൽക്കാരൻ്റെ പേര് കളങ്കം ചാർത്തുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കുരള പറയരുത് എന്ന് പറഞ്ഞാൽ ഏഷണി പറയുക. കൂട്ടുകാരനെ പറ്റിയോ ദോഷം പറയുക, ഏഷണി പറയുകയോ അയൽക്കാരൻ്റെ പേരിൽ കളങ്കം ചാർത്തുകയോ ചെയ്യരുത്. ഏഷണി പറയരുത്. ബൈബിൾ വിരോധിച്ചിരിക്കുകയാണ്. ഏഷണി പറയുക എന്നത് ബൈബിൾ പ്രകാരം തെറ്റാണ്, വിരോധിച്ചിരിക്കുകയാണ്. ലേവ്യ പുസ്തകം 19:16 വായിക്കുക. സങ്കീർത്തനം 50:20, സദൃശ്യവാക്യം 11:13, 20:10, ഇങ്ങനെ ഒത്തിരി സ്ഥലത്തുണ്ട്. എക്സെട്ര അങ്ങനെ വായിക്കുക. പിന്നെ 4, വഷളനെ നിന്ദ്യനായി എണ്ണുക. വഷളൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ. വഷളൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ തന്നെയാണ്. ദുഷ്ടനെ നിന്ദ്യനായി തന്നെ എണ്ണണം. അത് അവൻ്റെ കൂടെ അവൻ നടക്കുന്ന പോലെ നടക്കരുത്. അതെ, വഷളനെ നിന്ദ്യനായിട്ട് എണ്ണുക. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കാം. യഹോവ ഭക്തന്മാർ, അത് ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും യഹോവ ഭക്തന്മാരെ, ക്രിസ്തു വിശ്വാസികളെ ബഹുമാനിക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ നാമത്തിൽ, എൻ്റെ പേരിൽ വരുന്ന ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിന് നമുക്ക് പ്രതിഫലം ഉണ്ട്. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. പിന്നെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. ദ്രവ്യം, നമ്മുടെ പണം പലിശയ്ക്ക് കൊടുക്കരുത്. എന്തുമാകട്ടെ അത് പലിശയ്ക്ക് കൊടുക്കരുത്. യഹോവ ഭക്തൻ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്തുകൂടാ. അതിനുള്ള വാക്യമാണ് ലേവ്യ 25:37 വായിക്കുക. പുറപ്പാട് 22:25, ആവർത്തനം 23:20 എന്നീ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ കൂട്ടു സഹോദരനിൽ നിന്ന് പലിശയും ന്യായരഹിതമായ ലാഭവും വാങ്ങിച്ചുകൂടാ. കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാത്തവൻ ആയി വിശ്വാസി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പ്രത്യേക നിഷ്കർഷ പാലിക്കേണ്ടതാണ്. എന്താണ്? കൈക്കൂലി വാങ്ങിക്കരുത്. കൈക്കൂലി നീതിയെ മറിച്ച് കളയുന്നതാണ്, ന്യായത്തെ മറിച്ച് കളയുന്നതാണ് കൈക്കൂലി. അതുകൊണ്ട് ഇത് ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റും. കൈക്കൂലി വാങ്ങിക്കാത്ത ക്രിസ്ത്യാനികളുണ്ടോ?
ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്ത ക്രിസ്ത്യാനികളുണ്ടോ? അങ്ങനെയുള്ളവർക്കാണ് കർത്താവിൻ്റെ കൂടാരത്തിൽ പാർക്കാൻ, യെരൂശലേമിൽ പാർക്കാൻ പോകുന്നവർക്കുള്ള ഗുണങ്ങളാണ്, അവരുടെ ക്വാളിഫിക്കേഷൻസ് ആണ് ഈ പറഞ്ഞതല്ല. പലരിലും കാണുന്ന പാപമാണ് കൈക്കൂലി വാങ്ങിക്കുന്നത്. അത് ഒരു പാപം തന്നെയാണ്. ക്രൈസ്തവരോട് കൈക്കൂലി വാങ്ങിക്കുന്നത് പാപം തന്നെയാണ്. അത് വാങ്ങിക്കാൻ പാടില്ല എന്ന് തന്നെയുണ്ട്. യഹോവയുടെ സന്നിധിയിൽ വസിക്കാൻ അർഹത നൽകുന്ന കാര്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഷ്കളങ്കനായിരിക്കണം, നീതി പ്രവർത്തിക്കുന്നവന് സത്യസന്ധനായിരിക്കണം, കുരട ഇല്ലായ്മ ഏഷണിയില്ലാത്തവനായിരിക്കണം, കൂട്ടുകാരന് ദോഷം ചെയ്യാതെ ഇരിക്കാൻ, അപമാനം വരുത്താതെ ഇരിക്കണം, വഷളനെ നിന്ദ്യനായി എണ്ണുക, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും എന്തോ ചെയ്യണം? അത് നിവർത്തിക്കണം. സത്യം ചെയ്തിട്ട് ഗ്ലോറി ദോഷം സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ ആയിരിക്കണം. ഇതാണ് അവൻ്റെ ഗുണം. ആവർത്തനം 23:21 എഴുതിയിരിക്കുന്നു. പലിശ വാങ്ങിക്കാത്തവൻ, കൈക്കൂലി വാങ്ങിക്കാത്തവൻ, ഇതെല്ലാം കൂടെ യോജിക്കുമ്പോൾ 10 കൽപ്പനകളോട് ഇത് യോജിക്കും. ക്രൈസ്തവരോട് 10 കൽപ്പനകളോട് ഇതെല്ലാം യോജിക്കുന്ന ഒന്നാണ്. അതായത് ഗലാത്യരുടെ ലേഖനം അതിൻ്റെ 5:14 പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഒറ്റ ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കർത്താവ് യഹോവയുടെ എൻ്റെ കൂടാരത്തിൽ ആര് പാർക്കും എന്നുള്ള ഇതെല്ലാം 10 കൽപ്പനകളോട് സാമ്യമുള്ള കാര്യങ്ങളാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന 10 കൽപ്പനകളോട് ഇവ സാമ്യം വഹിക്കുന്നു. യഹോവയുടെ കൂടാരത്തിൽ വസിക്കാൻ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ഹിതത്തിൻ്റെ അനുസരണം ആവശ്യമാണ്. വേറൊന്ന്, അങ്ങനെ ചെയ്യുന്നവൻ കുലുങ്ങിപ്പോകുകയില്ല. ഇങ്ങനെ ചെയ്യുന്നവൻ കുലുങ്ങിപ്പോകുകയില്ല. അല്ലാതെ ബൈബിള് കാണാതെ പഠിച്ച് 15-ാം സങ്കീർത്തനം കാണാതെ പഠിച്ച് അങ്ങനെ ഇരിക്കുന്നവരല്ല. ആ 15-ാം സങ്കീർത്തനം അനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നവൻ കുലുങ്ങിപ്പോകുകയില്ല. ഇത് അറിയുന്നവനെന്നോ വായിക്കുന്നവനെന്നോ കാണാതെ പഠിക്കുന്നവനെന്നോ എന്നല്ല, പിന്നെയോ ചെയ്യുന്നവൻ. ഇത് അനുസരണമാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ദൈവത്തിൻ്റെ വചനം അനുസരണം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെയാണ് അനുഗ്രഹിക്കുന്നത്. മത്തായി 7:24 കർത്താവ് തന്നെ പറയുന്നു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, കേട്ട് ചെയ്യുന്നവൻ, കേൾക്കുന്നവനല്ല, വായിക്കുന്നവനല്ല, അറിയുന്നവനോ അല്ല, പിന്നെയോ ചെയ്യുന്നവൻ ഒക്കെയും ആരാണ്? പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം എന്നാണ്. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല. ഇത് അറിയുന്നവനെന്നോ വായിക്കുന്നവനെന്നോ അല്ല, പിന്നെയോ ചെയ്യുന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം മനസ്സിലായി കൂടാരം എന്താണെന്നും അതെവിടെയാണെന്നും അവിടെ പോകാനുള്ള ഗുണങ്ങൾ. എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പറയും, കർത്താവിത വാതിൽക്കൽ വന്ന് നിൽക്കുന്നു, തയ്യാറായിക്കോ, ഒരുങ്ങിക്കോ. എന്താണ് ഒരു വിശ്വാസി സ്വർഗത്തിൽ പോകാൻ തയ്യാറായിരിക്കുന്ന ഒരു വിശ്വാസി ഒരുങ്ങേണ്ടത് എന്താണ്? അതാരും പറയത്തില്ല. ഒരുങ്ങിക്കോളാൻ പറയും. എന്താണ് ഒരുങ്ങേണ്ടത്? ഈ 15-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണ് നമുക്ക് ഒരുക്കം വേണ്ടേ. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ പെർഫെക്റ്റ് ആണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ അതനുസരിച്ച് ഒരുങ്ങണം. അതിലേതാണ് കളയേണ്ടത്, ഏതാണ് നികത്തേണ്ടത്, ഏതാണ് പുതിയതായിട്ട് വരേണ്ടത് എന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരുങ്ങിക്കോണം. കളയേണ്ടതിനെ കളയണം. ഏഷണി പറയുന്നവരുണ്ട്, ഉണ്ടെങ്കിൽ അത് കളയണം.
അത് പലിശയ്ക്ക് കാശ് ദ്രവ്യം കൊടുക്കുന്നവരുണ്ടോ? അത് പാടില്ല, നിർത്തണം. അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങുന്നവരുണ്ടോ? ജോലിക്കൊക്കെ പോകുന്ന ക്രിസ്ത്യാനികൾ, സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നവർ, ഇതിലേതെങ്കിലും നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് ഇതിലേതെങ്കിലും നമുക്ക് അല്ലെങ്കിൽ മാറ്റാനുണ്ടെങ്കിൽ അത് മാറ്റുക. ഇതാണ് നമ്മുടെ ഒരുക്കം. അതുകൊണ്ട് കർത്താവിൻ്റെ കൂടാരത്തിൽ പാർക്കാനുള്ള യോഗ്യത ഇതാണ്. ഇതിനു വേണ്ടി ഒരുങ്ങുക. ഈ കാര്യങ്ങളെല്ലാം ഒരുങ്ങി കാത്തിരുന്നാൽ ഈ പറഞ്ഞ അർഹത ഇതാണ്. ഇങ്ങനെയുള്ളവർ കുടുങ്ങിപ്പോകയില്ല എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം ഉള്ളവർ കുടുങ്ങിപ്പോകയില്ല, ഇത് ചെയ്യുന്നവൻ. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നതാ പറയേണ്ടത്. ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ലോകപരമായിട്ടുള്ള ഏഷണി പറച്ചില്, കോപം, ക്രോധം, ഈർഷ്യപോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടു മാറി ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു ഗുണത്തിന് കുറവുണ്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തി നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കാം. തീർച്ചയായിട്ടും നമ്മളുടെ മണവാളനോട് കൂടി മണവറയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതായത് പുത്തനാം യെരൂശലേമിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഹൃദയംഗമമായ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു എവരിബഡി. ആമേൻ, ആമേൻ, ആമേൻ.